ദിവ്യാത്മാക്കൾക്കെല്ലാം വിനീതമായ നമസ്കാരം. ഓരോ മനുഷ്യനും ഈ ദേഹത്തിൽ ഏതെല്ലാം തരത്തിലാണ് അഭിമാനിക്കുന്നത്? ഞാൻ നല്ല പാട്ടുകാരനാണ്, ഞാൻ നല്ല ചിത്രം വരയ്ക്കുന്നയാളാണ്, ഞാൻ നന്നായി പ്രസംഗിക്കുന്നയാളാണ്, ഞാൻ നല്ല എഴുത്തുകാരനാണ്, ഞാൻ നല്ല തീറ്റപ്രിയനാണ് തുടങ്ങി അനേകം ധാരണകൾ ഉണ്ടാക്കി അതിലെല്ലാം അഭിമാനം കൊള്ളുന്നു. ഈ അഭിമാനം ഓരോന്ന് വളരും തോറും നമ്മുടെ യഥാർത്ഥമായ സ്വരൂപത്തിൽ നിന്നും നാം അകന്നകന്നു പോവുകയാണ് ചെയ്യുന്നത്. അപ്പോഴൊക്കെ ദേഹമാണ് ഞാനെന്ന ആ ധാരണ ഉറപ്പിക്കുകയാണ് ഓരോ അഭിമാനത്തിലും. ഞാൻ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ്, ഞാൻ മുഖ്യമന്ത്രിയാണ്, ഞാൻ പ്രസിഡന്റാണ്, ഞാൻ മന്ത്രിയാണ് തുടങ്ങി അനേകം അഭിമാനങ്ങൾ ഈ ദേഹത്തെ സംബന്ധിച്ച് നാം വളർത്തുന്നു. അഭിമാനമതാന്ധതയിൽ മുഴുകി മതികെട്ടടിപെട്ടുഴറുന്നു ജനം, അറിവേറിയകത്തെളിവാർന്നിനിയും ഭവസാഗരമെന്നു കരേറുമിവർ. ഈ അഭിമാനത്തിൽ നിറവേറിക്കൊണ്ടിരിക്കുന്ന വ്യക്തികൾ എന്നാണ് ഈ ധാരണയിൽ നിന്നെല്ലാം രക്ഷപ്പെട്ട് പരമസത്യം ബോധിക്കുന്നത് എന്നാണ്. പരമസത്യം ബോധിക്കണമെങ്കിൽ ഈ അഭിമാനമെല്ലാം കളഞ്ഞേ പറ്റൂ. ഈ ദേഹം ബുദ്ധിയിൽ നിന്നാണ് അഭിമാനമുണ്ടാകുന്നത്. ദേഹമേ ഞാനല്ലെങ്കിൽ പിന്നെ എന്തഭിമാനമാണുള്ളത്? അതിനാൽ അഭിമാനത്തെ കളഞ്ഞ് ആത്മാഭിമാനം വളർത്തി നാം ഓരോരുത്തരും ആത്മാവാണെന്ന പരമസത്യം ബോധിക്കുമ്പോൾ മാത്രമേ ഈ പ്രപഞ്ചത്തിൻ്റെ സത്യബുദ്ധി ഇല്ലാതെയാവുകയുള്ളൂ. ഇപ്പോൾ പ്രപഞ്ചം സത്യവും ഈശ്വരൻ അസത്യവുമാണ്. എന്നാൽ യാഥാർത്ഥ്യം കിടക്കുന്നത് നേരെ മറിച്ചാണ്. പ്രപഞ്ചം മിഥ്യയും ഈശ്വരൻ സത്യവുമാണ്. ആ ഈശ്വരനാണ് ഈ മിഥ്യയായിരിക്കുന്ന ഈ ശരീരത്തിൽ ഉണ്ടായി നിലനിന്ന് ഇല്ലാതെയാകുന്ന ശരീരത്തിൽ സത്യമായി നിലകൊള്ളുന്നത്. ആ ബോധം നമ്മളിൽ ഉണ്ടാകുമ്പോൾ നമ്മളിൽ വലിയ ഒരു വ്യതിയാനം വരുന്നു. അത് നാമാണെന്ന് ബോധിക്കണമെങ്കിൽ നമ്മളിൽ ഉറങ്ങിക്കിടക്കുന്ന ആ മഹത്തായ ശക്തി വിശേഷം ഉണർന്ന് ഈ ശരീരത്തിൻ്റെ ആധാരചക്രങ്ങളെയെല്ലാം ഉണർത്തുമ്പോൾ ദിവ്യമായ ആത്മാനുഭൂതി അനുഭവിക്കാം. അതനുഭവിക്കാനാണ് ഈ മർത്യദേഹമെടുത്ത് നാം ഇവിടെ വന്നിരിക്കുന്നത്. അഭിമാനമതാന്ധതയിൽ മുഴുകി, അഭിമാനമാകുന്ന മതത്തിൽ, ആ മതമാകുന്ന അന്ധതയിൽ മുഴുകി മതികെട്ടടി വെട്ടുഴറുന്നു ജനം. മതിയൊക്കെ കെട്ട്, മതി എന്ന് പറഞ്ഞാൽ മനസ്സൊക്കെ വളരെ ചീത്തയായി ജനങ്ങളെല്ലാം കഷ്ടപ്പെടുന്നു. അഭിമാനമതാന്ധതയിൽ മുഴുകി മതികെട്ടടി വെട്ടുഴറുന്നു ജനം, അറിവേറി അകത്തെളിവാർന്നിനിയും. അറിവേറി ആ പരമാർത്ഥത്തെക്കുറിച്ച് ബോധവാന്മാരായി നമ്മുടെ അകത്ത് എന്നാണ് തെളിവാർന്ന് ഇനിയും ഭവസാഗരമെന്നു കരേറുമിവർ. ഈ സംസാര സാഗരം എന്നാണ് കരേറുന്നത് എന്ന് കവി ചോദിക്കുകയാണ്. എല്ലാ മനുഷ്യരും ആ സത്യത്തെ ബോധിക്കാത്ത എല്ലാവരും ദേഹോഹബുദ്ധി വളർത്തി ഈ കാണപ്പെട്ടതിലെല്ലാം അഭിമാനിക്കുന്നു. ഈ അഭിമാനം കൊണ്ട് ആ പരമസത്യം അറിയാൻ കഴിയുന്നില്ല. അതിനെ അറിയണമെങ്കിൽ ഈ അഭിമാനം പോയേ പറ്റൂ. അതുകൊണ്ട് ജീവിതത്തിൽ പരാജയം വരുമ്പോൾ, അതായത് പരാജയം എന്നാൽ ഇവിടെ തോൽവി എന്നാണ്.
പക്ഷെ ഇവിടെ തോൽക്കുമ്പോഴാണ് അവിടെ ജയിക്കുന്നത്. പര എന്നാൽ ഈശ്വരൻ എന്നർത്ഥമുണ്ട്. പരയിൽ ജയം ഉണ്ടാകുന്നതാണ് പരാജയം. ഇവിടെ ജയിച്ച് മുന്നേറുമ്പോൾ അവിടെ നാം ഓർക്കാതെ മറവിയിൽ ആണ്ടുപോകുന്നു. എന്നാൽ ഇവിടെ നാം പരാജയപ്പെടുമ്പോൾ നാം പരയിലേക്ക് ഉയരുകയാണ് ചെയ്യുന്നത്. പരാജയം നമ്മെ സത്യത്തോട് അടുപ്പിക്കുന്നു. അഭിമാനമതാന്ധതയിൽ മുഴുകി മതികെട്ടടിപെട്ടുഴറുന്നു ജനം. അറിവേറി അകത്തെളിവാർന്നിനിയും ഭവസാഗരമെന്നു കരേറുമിവർ. ഹരേ കൃഷ്ണ.